ഒരു പഴയ അലക്കുകല്ലും അതിനടുത്ത് തുണി വയ്ക്കാനുള്ള പ്ലാറ്റ്ഫോമുമാണ് ഞാനൊരു വേർട്ടിക്കൽ ഗാർഡനാക്കി മാറ്റിയത്. സ്ഥലപരിമിതി കൊണ്ട് തന്നെ പച്ചക്കറി കൃഷി ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. സ്ഥലം വളരെ കുറവാണ്. അപ്പോൾ ഉള്ള സ്ഥലമൊക്കെ നോക്കി കണ്ടുപിടിച്ച് ചെയ്യുക, അത്രയേ ഉള്ളൂ. പട്ടണത്തിലൊക്കെ താമസിക്കുന്നവർക്ക് അതാണ് വഴി. സ്ഥലമില്ലാന്ന് പറഞ്ഞാൽ കൃഷി ചെയ്യാണ്ടിരിക്കണതിൽ ഒരു കാര്യമില്ല. ഇതാ നമുക്ക് കുറേ ചെടിച്ചട്ടി വെച്ചിട്ട് കൃഷി ചെയ്യാം. അപ്പോൾ ഇതിപ്പോൾ രണ്ടാമത്തെ സെറ്റാണ് ഈ ഇവിടെയുള്ള വേർട്ടിക്കൽ ഗാർഡനിലുള്ള വെണ്ട കൃഷി. ആദ്യത്തെ സെറ്റ് നന്നായിട്ട് വിളവെടുപ്പ് കഴിഞ്ഞു. ഇപ്പോൾ ആ ചെടികളൊക്കെ കുറച്ച് ക്ഷയിച്ചു തുടങ്ങിയപ്പോൾ ഞാൻ ഇവിടുന്ന് മാറ്റി, വേറെ സ്ഥലത്തേക്ക് മാറ്റി. ഇപ്പോഴും അതിൽ വല്ലപ്പോഴൊക്കെ ഒരു വെണ്ടയ്ക്ക് ഉണ്ടാവുന്നുണ്ട്, പക്ഷേ ഇതുപോലെയുള്ള വളർച്ചയില്ല. ഇതിപ്പോൾ വളരെ ചെറിയ ചെടികളാണ്, ഒരടിക്ക് ഒരേ ഉള്ളൂ. പക്ഷേ കഴിഞ്ഞ ദിവസം മൊട്ടിട്ടായിട്ട് ഞാൻ പറഞ്ഞിരുന്നു, ഇതായിപ്പോൾ പൂവായി. വെണ്ടയുടെ പൂവ് കാണുമ്പോൾ ചെമ്പരത്തി പൂവിൻ്റെ ഒരു ഷേപ്പാണ്. കാരണം വേറെ ഒന്നുമല്ല, വെണ്ടയും ചെമ്പരത്തിയും ഒക്കെ ഒരു പ്ലാന്റ് ഫാമിലിയിൽപ്പെട്ട ചെടികളാണ്. പിന്നെ ഏകദേശം ഇതേപോലെ തന്നെ കുറച്ചും കൂടെ മഞ്ഞ നിറമുള്ള വേറൊരു മുൾപ്പടർപ്പ് ചെടി ഇവിടങ്ങളിലൊക്കെ കാണാറുണ്ട്. അതിൻ്റെ പേരൊക്കെ ഞാൻ മറന്നുപോയി. അത് ചെറുപ്പത്തിൽ അതിൻ്റെ പൂവൊക്കെ പറിക്കാറുണ്ടായിരുന്നു. അതും ഇതേ സസ്യകുടുംബത്തിൽപ്പെട്ട ചെടി തന്നെയാണ്. പിന്നെ ഈ വെണ്ടയുടെ അടുത്ത് നിങ്ങൾക്ക് വേറെ ഈ ചെടികളൊക്കെ കാണാം. ഉള്ളിൽ ശ്രദ്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ അവിടെ അടുത്തൊരു മുരിങ്ങ കാണാം. അതൊരു വിത്ത് നട്ടിട്ടുണ്ടായ മുരിങ്ങയാണ്. അധികമായിട്ടൊന്നുമില്ല, കുറ്റിച്ചെടിയായിട്ടാണ് വളർന്നുകൊണ്ടിരിക്കുന്നത്. ഇടയ്ക്കിടയ്ക്ക് പ്രൂൺ ചെയ്യുന്നുണ്ട്. പിന്നെ പാവൽ പടരുന്നത് കാണാം. ആപ്പിൾ ചെടിയുടെ ഒരു ഭാഗം കാണാം. ഇതൊക്കെ കൂടെ ഒരു കുഞ്ഞു സ്ഥലത്താണ്. അടുക്കളയുടെ പിന്നിലുള്ള ഒരു ചെറിയ അടുക്കളത്തോട്ടം എന്ന് വേണമെങ്കിൽ പറയാം.